എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇപ്രകാരം ഈ ചർച്ചിലായിരിക്കാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കിടുവാൻ കഴിഞ്ഞ ആഴ്ച മുഴുവനും നല്ല അവസരങ്ങൾ ലഭിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ സഭായോഗത്തിൻ്റെ പ്രഭാതത്തിൽ അല്പനേരം വീണ്ടും ദൈവവചനം ധ്യാനിക്കുന്നത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. തിരുവെഴുത്തുകളെ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ച് തരണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ വചനത്തെ ആസ്പദമാക്കി ചില ആത്മീയ സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് പറ്റിയിരിക്കുന്ന അനുഭവം, അതാണ് പ്രധാനമായും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. എന്നാൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. ഉയർത്തുവാനും വിടുവിക്കുവാനും ദൈവത്തിൻ്റെ വ്യവസ്ഥ 2 വാക്കിൽ ഒതുക്കിയിരിക്കുന്നു. ഒന്ന്, നാമത്തെ അറിയുക. 2, പറ്റിയിരിക്കുക. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 15:1 യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കൊമ്പ് മുന്തിരിവള്ളിയിൽ ആയിരിക്കുന്നത് പോലെ വേർപെടാനോ വേർപെടുത്താനോ പറ്റാത്ത ഒരു ബന്ധത്തിൽ ആയിത്തീരുക എന്നതാണ് പറ്റിയിരിക്കുക എന്നതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് പ്രധാനമായും നമുക്കിന്ന് ധ്യാനിക്കാൻ ദൈവം ഇടയാക്കട്ടെ. എന്നാൽ അതിനു മുമ്പ് നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടെ ആ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. വായിച്ചാട്ടെ. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ. നമ്മളെല്ലാവരും കർത്താവിൻ്റെ നാമത്തെ അറിയുന്നവരാണ്. എന്നാൽ അതിനേക്കാൾ അല്പം കൂടെ ആഴമുള്ളൊരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് നാമം? 138-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നിന്റെ
നാമത്തിന് മീതെ നിന്റെ വാഗ്ദത്തമുണ്ട്. നമുക്കിങ്ങനെ മനസ്സിലാക്കാം, നാമം സമം വാഗ്ദത്തം. ദൈവത്തിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഒരു വലിയ പഠനം തന്നെ ഉണ്ട്. അപ്പം ദൈവത്തിൻ്റെ നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുഷിക നാമം പോലെ അല്ല. ഒരു മനുഷ്യന് ഒരു പേരേ ഉള്ളൂ, എന്നാൽ ദൈവത്തിന് പേരില്ല. മോശ ഫറവോൻ്റെ മുമ്പിൽ പോകാൻ നേരത്ത് ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേരെന്തെന്ന് അവരെന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ? അത് പേരാണോ? ഐ ആം ദാറ്റ് ഐ ആം. അത് പേരാണോ? അല്ല. അപ്പോൾ ദൈവത്തിന് പേരില്ല. അപ്പം പിന്നെ എന്താ പേര്? നാമം. മനുഷ്യനോട് ഇടപെടാൻ വേണ്ടി, ബന്ധപ്പെടാൻ വേണ്ടി ഓരോരോ സന്ദർഭത്തിൽ ദൈവം ഓരോ നാമത്തിൽ വെളിപ്പെടുകയാണ്. രോഗിക്ക് അവൻ ഡോക്ടറായിട്ടാണ് വെളിപ്പെടുന്നത്. അനാഥന് അവൻ അപ്പനായിട്ടാണ് വെളിപ്പെടുന്നത്. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ. സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതൊരു നാമമാണ്. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, എൽ ശദായ്. അതൊരു നാമമാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 91:14 പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം അറിയണം. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ. ചില വാക്യങ്ങൾ കൊണ്ട് അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പുറപ്പാട് 6:3 വായിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. കറക്റ്റാണ്, അത് തന്നെയാണ് വായിച്ചത്. ആ വചനം ശ്രദ്ധിച്ചേ. അവിടെ 2 നാമം പറഞ്ഞിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാമോ? ഞാൻ എൽ ശദായി ആയിട്ടാണ് അബ്രഹാമിന് പ്രത്യക്ഷനായത്, യഹോവയായിട്ടല്ല. കണ്ടോ? സ്തോത്രം. ഒന്നുകൂടെ വായിക്കാം. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും എൽ ശദായി ആയിട്ടാണ് ഞാൻ പ്രത്യക്ഷനായത്. നാമമാണത്. മലയാളത്തിൽ വരുമ്പോൾ സർവശക്തിയുള്ള ദൈവം എന്ന് പറയുമ്പോൾ നമുക്കത് നാമമായിട്ട് തോന്നത്തില്ല. ദൈവം പറഞ്ഞത് ഞാൻ അവർക്ക് പ്രത്യക്ഷനായത് യഹോവയായിട്ടല്ല, എൽ ശദായി ആയിട്ടാണ്. അടുത്ത വാക്യം. യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടില്ല. അപ്പോൾ ഒരു വെളിപ്പാടാണ് ഒരു നാമം. ഇത്രയെങ്കിലും നമുക്ക് ഗ്രഹിക്കാം. ഒരു വെളിപ്പാടാണ് ഒരു നാമം. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ ദൈവത്തിൻ്റെ നാമങ്ങൾ നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ വെളിപ്പാടാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മെ വിടുവിക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ വെളിപ്പാടാണ്. നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മെ സഹായിക്കുവാനുള്ള ദൈവിക വെളിപ്പാടാണ്. സ്തോത്രം. ഇനി അബ്രഹാമിന് വെളിപ്പെട്ടത് നമുക്കൊന്ന് നോക്കാം. 17:1. ഉൽപ്പത്തി 17:1.
ആ ആ ആമേൻ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ഒരു ദൈവപ്രത്യക്ഷത. ആ പ്രത്യക്ഷതയിൽ ദൈവം തൻ്റെ പുതിയ നാമം വെളിപ്പെടുത്തി. ആ നാമത്തിൻ്റെ പേര് എൽ ഷദ്ദായ്. ഏൽ എന്ന് പറഞ്ഞാൽ ശക്തൻ, ഷദ്ദായ് എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കുന്നവൻ, തൃപ്തനാക്കുന്നവൻ. എന്നാൽ അതിൻ്റെ കുറച്ചുകൂടെ ലളിതമായ അർത്ഥം സർവശക്തിയുള്ള ദൈവം എന്നാണ്. തൊണ്ണൂറ്റൊമ്പത് വയസ്സുള്ള ഒരു മനുഷ്യന് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു പ്രത്യേക നാമത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. എന്താണ് അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ കാരണം? അബ്രഹാമിൻ്റെ മുൻപിലുള്ള വിഷയം അത്ര വലുതാണ്. അബ്രഹാമിൻ്റെ പ്രായം അബ്രഹാമിൻ്റെ വിഷയത്തിന് യോജിച്ചതല്ല. അബ്രഹാമിൻ്റെ പ്രായം അബ്രഹാമിൻ്റെ വാഗ്ദത്തം പ്രാപിക്കാൻ പര്യാപ്തമല്ല. ചൂട് ലളിതമായി നമുക്ക് പഠിക്കാം. പ്രതീക്ഷകൾ അസ്തമിച്ച ഒരു മനുഷ്യനാണ് അബ്രഹാം. യാതൊരു പ്രതീക്ഷയ്ക്കും ഇനി വകയില്ല. ആ സമയത്ത് ഒരു പ്രത്യക്ഷത, സർവശക്തിയുള്ള ദൈവം. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ അർത്ഥം വളരെ ശക്തമാണ്. നിനക്ക് പ്രായമായെങ്കിലും എനിക്ക് പ്രായമായില്ല. നീ ബലഹീനനായെങ്കിലും ഞാൻ ബലഹീനനായിട്ടില്ല. നിന്റെ പ്രതീക്ഷകൾ നശിച്ചെങ്കിലും എൻ്റെ പ്രതീക്ഷകൾ നശിച്ചിട്ടില്ല. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. രാവിലെ കർത്താവിന് നമ്മോട് പറയാനുള്ളത്, നമ്മെ അനുഗ്രഹിക്കാൻ നമ്മുടെ പ്രായം ദൈവത്തിന് വിഷയമല്ല. നമ്മുടെ പ്രഷർ ലെവൽ ദൈവത്തിന് വിഷയമല്ല. നമ്മുടെ ഷുഗർ ലെവൽ ദൈവത്തിന് വിഷയമല്ല. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. പക്ഷേ അവൻ്റെ നാമത്തിൻ്റെ ശക്തി നാം അറിയണം. അവനെൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അബ്രഹാമിന് 99 വയസ്സായി. ഇനി ഒരു കുഞ്ഞ് ജനിക്കുവാൻ സാധ്യമല്ല. എല്ലാ പ്രതീക്ഷയും തീർന്നിരിക്കുകയാണ്. ആ സമയത്താണ് ശക്തമായ ഒരു ദൈവിക പ്രത്യക്ഷത ഈ മനുഷ്യന് ഉണ്ടായത്. ഇന്ന് രാവിലെ അവൻ്റെ നാമത്തെ നമുക്ക് അറിയാം. നമ്മുടെ ആവശ്യമറിഞ്ഞ്, നമ്മുടെ അവസ്ഥ അറിഞ്ഞ് വെളിപ്പെടുന്ന ദൈവിക വാഗ്ദത്തമാണ് ദൈവിക നാമം. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് പറ്റിയിരിക്കുക എന്നതാണ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ ഉയർത്താനും വിടുവിക്കാനുമുള്ള ദൈവിക പദ്ധതി, ഒന്ന്, നാമത്തെ അറിയുക. രണ്ട്, പറ്റിയിരിക്കുക.
ഇനി നമ്മൾ ചിന്തിക്കാൻ പോണത് പറ്റിയിരിക്കുക എന്ന വിഷയമാണ്. പറ്റിയിരിക്കുക. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ 2 വേദഭാഗത്തിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമത് പോകുവാൻ ആഗ്രഹിക്കുന്നത് യിരെമ്യാ പ്രവചനത്തിലാണ്. 13-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു. വളരെ നന്നായിട്ട് നിർത്തി വായിക്കുകയും എല്ലാവരും ശ്രദ്ധിക്കണം. പുസ്തകത്തിൽ നിന്ന് എടുക്കാമെങ്കിൽ എടുക്കാം. നമുക്ക് ഈ സൺഡേ മോർണിംഗിൽ ഒരു മെഡിറ്റേഷൻ, വചന ധ്യാനമാണ്, പ്രസംഗമല്ല. അതുകൊണ്ട് എടുക്കാമെങ്കിൽ എടുക്കുക. യിരെമ്യാ പ്രവചനം 13-1 മുതൽ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് ധ്യാനിച്ച് കർത്താവ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിർത്തി വായിച്ചാട്ടെ. ഇപ്പോൾ വായിക്കുന്ന വാക്യം പ്രത്യേകം ശ്രദ്ധിച്ചോ. ആമേൻ. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരുപാട് വ്യാഖ്യാനവും വിഷമമൊന്നുമില്ല, സിമ്പിളാണ്. ബെൽറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും മുറുകി കിടക്കുന്ന സാധനം. മറ്റു ഡ്രസ്സിനെയും കൂടെ അവനാ ഒന്ന് ടൈറ്റ് ആക്കുന്നത്. പാൻറ്റൊക്കെ നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചാൽ കറക്റ്റ് ഫിറ്റിംഗ് ഒന്നും കിട്ടിയല്ല. ബെൽറ്റ് ഉള്ളതുകൊണ്ടാണ് പിടിച്ച് നിൽക്കുന്നത്. സ്വതന്ത്രം. അപ്പോൾ ഏറ്റവും നമ്മളോട് പറ്റി നിൽക്കുന്ന, ടൈറ്റായിട്ട് നിൽക്കുന്ന സാധനമാണ് ബെൽറ്റ്. അതിന് പകരമുള്ള ഒരു സാധനമാണ് കച്ച. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അരയ്ക്ക് കെട്ടുന്ന സാധനമാണ് കച്ച. വലിയ ഗൃഹസ്ഥന്മാരായ ആളുകളാണ് അത് ഉപയോഗിച്ചിരുന്നത്. കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ, കണ്ടോ? കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അതിനിടെ പിന്നെ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഒരു പേന പോലും കയറ്റി വെക്കാൻ പറ്റത്തില്ല. കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും, യഹൂദാഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവുമാകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ ഈ വാക്യത്തിൽ കാണാം. 1, 2, 3, 4 എന്ന് എണ്ണി നോക്കാം നമുക്ക്. 1, ദൈവജനം ദൈവത്തിൻ്റെ കീർത്തിയാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? നോക്കിയേ. ഒന്നാമത്തെ കാര്യം, ദൈവജനം എന്തായിത്തീരണം?
ദൈവത്തിൻ്റെ കീർത്തി 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 അതായത് എന്നെപ്പറ്റി നിങ്ങൾ പുകഴ്ത്തി പറയുക, എന്നെ കീർത്തിപ്പെടുത്തുന്നത് എൻ്റെ എന്തെങ്കിലും നന്മകളായിരിക്കും, അല്ലെങ്കിൽ മിനിസ്ട്രി ആയിരിക്കും. ദൈവത്തിന് കീർത്തി വരുന്നത് ആരിലൂടെയാ? നമ്മിലൂടെ വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കീർത്തിപ്പെടാൻ എന്നാ ഉള്ളേ? നിങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചപ്പോൾ നല്ല മാർക്ക് കിട്ടിയെങ്കിൽ അത് നിങ്ങളുടെ കീർത്തിയാണ്. നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അവാർഡുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കീർത്തിയാണ്. അത് നിങ്ങളുടെ ഷോക്കേസിൽ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ അവാർഡ്. നിങ്ങൾക്ക് ജോലിയിൽ നല്ല സേവനത്തിനുള്ള അവാർഡ് കിട്ടിയെങ്കിൽ അത് നിങ്ങളുടെ കീർത്തിയാണ്. അങ്ങനെ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ നേടിയ നേട്ടങ്ങളെല്ലാം എന്താണ്? നമ്മുടെ കീർത്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുകയെ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ എന്നതാ? ദൈവത്തിൻ്റെ കീർത്തിയായി ഞാൻ തീരണം, നീ തീരണം. ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ പ്രൗഡായിട്ട് പറയാൻ പറ്റണം. ഹല്ലേലൂയ. കീർത്തി. അങ്ങനെ കീർത്തി ആകാൻ നമുക്ക് എങ്ങനെ കഴിയും? സ്തോത്രം. അങ്ങനെ കീർത്തിയായ ചില മനുഷ്യരുണ്ട് ബൈബിളിൽ. ഒരു കാര്യം ഈ രാവിലെ ചിന്തിച്ചാൽ മതി, ഒറ്റ കാര്യം. സ്തോത്രം. ദൈവം ഒരു ദേശത്തോട് പറയുന്നൊരു വാചകമുണ്ട്. ഞാൻ ഈ ദേശത്തെ ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ നോഹ, ഇയ്യോബ്, ദാനിയേൽ എന്നീ 3 പുരുഷന്മാർ എൻ്റെ മുമ്പിൽ നിന്നാലും ഞാൻ ആ ദേശത്തെ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പം ദൈവത്തിൻ്റെ കീർത്തിയായ മനുഷ്യരാണ് ആര്? നോഹ, ഇയ്യോബ്, ദാനിയേൽ. ദൈവം പറയുക, ഞാൻ ആ ദേശത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ നോഹ, ഇയ്യോബ്, ദാനിയേൽ എന്നീ 3 പുരുഷന്മാർ എൻ്റെ മുമ്പിൽ നിന്നാലും ഞാനതിനെ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പൊ ദൈവത്തിൻ്റെ ആൽബത്തിൽ, ദൈവത്തിൻ്റെ ഷോക്കേസിൽ വലിയ വലിപ്പത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പേരാണ് ഏത്? നോഹ, ഇയ്യോബ്, ദാനിയേൽ. സന്തോഷം തോന്നുന്നുണ്ടോ? സ്തോത്രം. ആ ലിസ്റ്റിൽ ഇനി ഒരുപാട് സ്ഥലം ബാക്കി കിടപ്പുണ്ട്. ആ ലിസ്റ്റിൽ എഴുതേണ്ട പേരുകളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പേരുകൾ. എൻ്റെ പൊന്നു പാസ്റ്ററെ, അതൊന്നും വേണ്ട, എങ്ങനെയും ഒന്ന് കയറിപ്പറ്റിയാ മതിയായിരുന്നു. ഇതാണ് മിക്കവാറും എല്ലാവരുടെയും പരിപാടി. പാസ് മാർക്കെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പാസ് മാർക്കെന്ന് പ്രതീക്ഷിച്ചവരാ തോറ്റുപോയത്, റാങ്ക് പ്രതീക്ഷിച്ചവരാ ജയിച്ചത്. കീർത്തി മനസ്സിലാക്കാൻ വേണ്ടി ഇച്ചിരി സിമ്പിളാക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13 മുതൽ വായിക്കാം. മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നിൻ്റെ പേരെന്നാന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയണം?
പേര് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി എന്ന് ദൈവം പറഞ്ഞു. പിന്നെ ചെയ്യാൻ മോശ ഇങ്ങനെ അന്തം വിട്ട് നിന്ന് അങ്ങനെ എങ്ങനെയാണ് വേറെ ആളോട് ചെന്ന് പറയുന്നത്? അത് ഒരു രാജാവിനോടൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ തല്ലുകൊള്ളണോ? ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവന് പിടികിട്ടിയില്ലെന്ന്. അടുത്ത വാക്യം. ആ ആ മനസ്സിലാകാത്ത പേര് ആദ്യം പറഞ്ഞു, എന്നിട്ട് മനസ്സിലാകുന്ന പേര് രണ്ടാമത് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ദൈവത്തിൻ്റെ പേരല്ല, മനുഷ്യരുടെ പേരാണ് പറഞ്ഞത്. സ്തോത്രം 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 സ്തോത്രം. ഈ ആ വേദഭാവം പഠിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഒരാഴ്ച വിളിക്കുന്നവരോടെല്ലാം പറയുന്നത് പാസ്റ്റർ ജോയ് ജോണിൻ്റെ നമ്പറിൽ വിളിച്ചോളാനാണ്. കാരണം എൻ്റെ കെയർ ഓഫ് അഡ്രസ്സേ ഉള്ളിപ്പോൾ എനിക്ക് അഡ്രസ്സില്ല. ദൈവം തമ്പുരാൻ ഒരു അഡ്രസ്സ് ചോദിച്ചപ്പോൾ പറയുക കെയർ ഓഫ് ഏബ്രഹാം. സ്തോത്രം. കീർത്തി എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ പറയുക കെയർ ഓഫ് ഏബ്രഹാം. മനസ്സിലായോ? ഇത്ര മനസ്സിലായാൽ മതി, കൂടുതൽ പ്രസംഗം എന്തിനാ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ നീ ഫറവോനോട് പറയണം അബ്രഹാമിനെ അറിയാവോ എന്ന് ചോദിക്കണം. ഉടനെ അവൻ ഞെട്ടും. ഉടനെ പറയണം അവൻ്റെ ദൈവമാണ് ഞാൻ. ഓ, ദൈവത്തിന് അങ്ങനെ പറയാനൊരു ഇഷ്ടാന്നേ. ഞാൻ സൂര്യനെ സൃഷ്ടിച്ചവനാന്ന് പറഞ്ഞാൽ പോരെ ദൈവത്തിന്? സൂര്യനാണോ ചൂട് കൂടുതൽ? സൂര്യനെ സൃഷ്ടിച്ചവനാണോ ചൂട് കൂടുതൽ? ഹല്ലേലൂയ. അപ്പോൾ ഫറവോനോട് ദൈവം ഒരു അഡ്രസ്സ് പറയാൻ ഇത്രയും കിടന്ന് വിഷമിക്കണോ? ദൈവം പറയുക എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ അബ്രഹാമിനോട് ചോദിക്കും, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്. അപ്പം അങ്ങനെ പറയുന്നത് ദൈവത്തിന് അഭിമാനമാണ്. അങ്ങനെ പറയുന്നത് ദൈവത്തിന് അന്തസ്സാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ദൈവം തൻ്റെ അഡ്രസ്സ് നൽകുമ്പോൾ ഒരു മനുഷ്യൻ്റെ കെയർ ഓഫിൽ പറയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഡിട്രോയിറ്റിൽ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് നിങ്ങളുടെ കെയർ ഓഫ് കൊടുക്കാൻ പറ്റുമോ? ഒരാൾ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ നിന്നെ എനിക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞാൽ ഉടനെ ദൈവം പറയും ഇന്നടത്ത് ഇന്നയാളുടെ ദൈവമാണ് ഞാനെന്ന്. അങ്ങനെ പറയാൻ എത്ര പേരുണ്ട് ഇവിടെ? ഞാൻ അവളുടെ ദൈവമാണ്, ഞാൻ അവൻ്റെ ദൈവമാണെന്ന് നിൻ്റെ പേര് ദൈവം പറയണം. ആ ലെവലിലേക്ക് നിന്നെ കൊണ്ടുവരാനായി വിശ്വാസത്തിൽ കൊണ്ടുവന്നേ. അല്ലാതെ ഒരു സഭാ മെമ്പറാകാനോ 2 പാട്ട് പാടാനോ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് തൻ്റെ അഡ്രസ്സ് വെളിപ്പെടുത്താനാ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നല്ല കലാകാരന്മാർ അവരെ വെളിപ്പെടുത്തുന്ന അവരുടെ പടത്തിലൂടെയാണ്. നല്ല പണിക്കാർ അവരെ വെളിപ്പെടുത്തുന്ന അവരുടെ പണിയിലൂടെയാണ്. നല്ല ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടാൽ ഇതാരാ പണിതെന്ന് ചോദിക്കും. ഇതുപോലെ ഒരു വിശ്വാസിയെ കണ്ടേച്ച് ചോദിക്കണം ഇവൻ്റെ ദൈവം ആരാ? നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഡീപ്പാ ക്രിസ്തീയ ജീവിതം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ പ്രഷ്യസ് ആണ് ക്രിസ്തീയ ജീവിതം. സ്തോത്രം 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 സ്തോത്രം. വെറുതെ ഭൗതികത കൊണ്ട് നമ്മുടെ കണ്ണ് മങ്ങരുത്. ഭൗതികമായി എന്തെങ്കിലുമൊക്കെ വരുവോ പോവുകയൊക്കെ ചെയ്തോട്ടെ, അതിനേക്കാളൊക്കെ വലുതാണ് ദൈവത്തിൻ്റെ കീർത്തിയാ നീ. ഒരു വാക്കേ ചിന്തിച്ചിട്ടുള്ളൂ. യിരെമ്യാവ് 13 വന്നേ. രണ്ടാമത്തെ വാക്കെന്താ? പ്രശംസ.
അതിനോട് ബന്ധപ്പെട്ടത് തന്നെയാണ്, കീർത്തിയോട് ബന്ധപ്പെട്ടത് തന്നെയാണ്. പ്രശംസ. മൂന്നാമത്തെ എന്താ? അലങ്കാരം. അലങ്കാരം അലങ്കാരം അലങ്കാരത്തിന് എൻ്റെ വ്യാഖ്യാനം വല്ലതും വേണം? സ്തോത്രം. ഇതൊക്കെ അലങ്കാരമാണ്. ഈ ഇരിക്കുന്ന സാധനമൊക്കെ ഇതൊക്കെ അലങ്കാരമാണ്. നിങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതല്ല അലങ്കാരത്തിൻ്റെ സാധനങ്ങളാണ്. ഇതിനേക്കാളൊക്കെ നന്നായിട്ട് അലങ്കരിക്കാൻ പറ്റും, പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചതാ. ദൈവത്തിനൊരു അലങ്കാരം വേണമെന്നേ, അത് നീയാന്ന്. ഒന്ന് ഇമാജിൻ ചെയ്യാവോ? ദൈവത്തിന് കഴുത കെട്ടി തൂക്കണമെന്ന് എന്നെ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവത്തിൻ്റെ ഓർണമെന്റ്സ് ആയിട്ട് ഞാനും നിങ്ങൾ തീരണമെന്ന്. എത്ര ശ്രേഷ്ഠമാണ് ക്രിസ്തീയ ജീവിതം! എത്ര പവർഫുള്ളാണ് ദൈവ വിളി! നീ ഒരു വിശ്വാസിയായി വന്നത് അബദ്ധമല്ല കേട്ടോ. നീ ഇതിനകത്ത് വന്ന് കയറിയത് അബദ്ധമല്ല. ഈ ലൈഫിൽ നീ എടുത്തതിലേക്ക് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണിത്. ഈ ലൈഫിൽ നീ എടുത്തതിലേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണിത്. നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നീ സ്നാനമേറ്റത്, നീ ഒരു വിശ്വാസിയായി തീർന്നത്. പക്ഷേ അത് ചുമ്മാ ഒരു മെമ്പറായിട്ട് കമ്മിറ്റി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാനില്ല. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു വലിയ പർപ്പസ് ഉണ്ടെന്ന് ചിന്ത എപ്പോഴും അകത്ത് നിൽക്കണം. സ്വോത്രം 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 സ്വോത്രം. പതിനൊന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. നമുക്ക് ഈ സെഷൻ ഇവിടെ നിർത്താം. സകല ഡ്രസ്സിൻ്റെ മുകളിലാണ് ഈ കച്ച കെട്ടുന്നത്. ഈ കച്ച കെട്ടുന്നത് പോലെ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവൻ എനിക്ക് കെട്ടണം, വിശ്വാസികളെ മുഴുവൻ എനിക്കിങ്ങനെ പറ്റിച്ച് നിർത്തണം. എന്നിട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ ആഭരണമായിട്ട് അവർ തീരണം. ഹല്ലേലൂയ. അതാണ് എൻ്റെ ആഗ്രഹം. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം നമുക്ക് മനസ്സിലാകണ്ടേ? അത് മനസ്സിലായാൽ നമുക്കൊരു ഭയങ്കര ആവേശം ഉണ്ടാവും. സ്തോത്രം സ്തോത്രം. നിന്നെ ഒന്നിനും കൊള്ളുകയില്ല, നിന്നെ ആർക്കും വേണ്ടെന്നൊക്കെ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ദൈവത്തിന് നീ വിലയേറിയവനാ, ദൈവത്തിന് നീ വിലയേറിയവനാ, ദൈവത്തിന് നീ വിലയേറിയവനാ. നീ റിട്ടയറായി, നീ രോഗിയായി, നിനക്ക് പൈസ ഇല്ലെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വിഷമിക്കരുത്. ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ സ്വപ്നമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ്. അതിനിപ്പോൾ ആരോഗ്യം മതി, പ്രായം കൂടിയിട്ടില്ല. 99 വയസ്സായ അബ്രഹാമിനെ ദൈവം തൻ്റെ പ്രശംസയാക്കി മാറ്റിയെങ്കിൽ നമ്മൾ എത്രയധികം. ഒന്നുകൂടെ ആ വാക്യം. ആ, ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് പറ്റിയിരിക്കുമാറാക്കി. ഇപ്പം പറ്റിയിരുന്നാലേ ഈ 4 സംഭവം ആകത്തുള്ളൂ. മെമ്പറായാലാകത്തില്ല, സഭായോഗത്തിന് വന്നതുകൊണ്ടായില്ല. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മാത്രമാണോ? ആണോ? ഈ ഞായറാഴ്ച ക്രിസ്ത്യാനിയാണ് ഒരു ഗുണമില്ലാത്ത സാധനം. സ്വതന്ത്രം പറ്റിയിരിക്കുക. ജോലിക്ക് പോകുമ്പോഴും പറ്റിയിരിക്കുക, കിച്ചണിൽ നിൽക്കുമ്പോഴും പറ്റിയിരിക്കുക, ഡ്രൈവ് ചെയ്യുമ്പോഴും പറ്റിയിരിക്കുക, ഉറങ്ങുമ്പോഴും പറ്റിയിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറ്റിയിരിക്കുമ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. ഇതാണ് 91 സങ്കീർത്തനം 14 വാക്യത്തിൻ്റെ ഒരു ചെറിയ വിശദീകരണം. ദൈവവചനം പഠിക്കുന്ന എത്ര മനോഹരമാണ്. ഹല്ലേലൂയ ജീസസ്. സ്തോത്രം. പക്ഷേ ആ വാക്യം ഒരു സങ്കട വാക്യമാണ്, നെഗറ്റീവാണ്. ഈ വായിച്ച വാക്യം നെഗറ്റീവാണ്. ഒന്നുകൂടെ വായിക്കാവോ? അവർക്കോ
മനസ്സായില്ല. വിശ്വാസി വന്നിട്ട് വരുന്ന ഗതി കണ്ടോ? വിശ്വാസികളുടെ കാര്യം പറയുന്നത്. അവർ മെമ്പേഴ്സാ, പക്ഷെ അവർക്ക് ആഭരണമാകാൻ കഴിയുന്നില്ല, കീർത്തിയാകാൻ കഴിയുന്നില്ല, പ്രശംസയാകാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ അഭിമാനമാകാൻ കഴിയുന്നില്ല. പിന്നെ ദൈവത്തിൻ്റെ അന്തേവാസികളാകാൻ കഴിയും. അഭയാർത്ഥികൾ, തരണേ 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 തരണേ. ദൈവത്തിൻ്റെ അഭയാർത്ഥിയാകാനല്ല നിന്നെ വിളിച്ചത്, ദൈവത്തിൻ്റെ അഭിമാനമാകാനാണ് നിന്നെ വിളിച്ചത്. സ്തോത്രം സ്തോത്രം. ദൈവത്തിന് പറയണത്തേ, അവളെ കണ്ട് നോക്ക്. പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ മാറ്റിക്കളഞ്ഞു. മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബെഥേന്യ. പേര് മാറ്റിക്കളഞ്ഞു. നീ അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അത് കേട്ടാ ദേഷ്യം വരികയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീകളുടെയാണോ ഈ നാട്? അതെ, അതാ കീർത്തി, അതാ പ്രശംസ, അതാണ് അഭിമാനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഈ നാട്ടിൽ ഒരാളെ പറഞ്ഞു വിടണമെങ്കിൽ ആരുടെ വീട്ടിലോട്ട് വിടണം? നിനക്ക് ദൈവത്തെ അറിയണത്തെ ഇന്ന വീട്ടിൽ ചെല്ലേ, അവൻ പറയും എന്ന് പറയാനുള്ള വളർച്ച ഞാനും നിങ്ങൾ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവർക്ക് പിന്നെ എന്നാ മനസ്സ്? ഞങ്ങളൊരു മെമ്പറായിട്ട് ഇരുന്നോളാം, ദശാംശത്തിൻ്റെ അംശമെങ്കിലും കൊടുത്തോളാം. കണ്ണുകളടയ്ക്കാം. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ, അങ്ങനെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാത്മീയ ജീവിതത്തിനായിട്ട് കർത്താവ് നമ്മളെ ഇന്ന് രാവിലെ വെല്ലുവിളിക്കുക. മറ്റുള്ളവരെ കണ്ടു പഠിക്കരുത്. മറ്റു പലരും അങ്ങനെയാ, മറ്റു പലരും ഇങ്ങനെയാ. അത് വിട്. നിന്നെ യഥാർത്ഥ സത്യം ദൈവം അറിയിക്കുക. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് നമുക്ക് വളരാം. ഹല്ലേലൂയ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ പോലെ